Hello friends, welcome back to StuTrend. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഒട്ടും ഡിലേ ആക്കുന്നില്ല. അതിനു മുമ്പ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയണമല്ലോ. എല്ലാ ചാപ്റ്ററിനും ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പോലെ തന്നെ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് ഇതും. 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് പഠിച്ചാൽ മതി. എന്താണ് പാസ്കൽസ് ലോ, എന്താണ് ഹൈഡ്രോളിക് മെഷീൻസ്, 2 ഹൈഡ്രോളിക് മെഷീൻസിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. എന്താണ് ബെർണോളിസ് തിയറം, അതിന്റെ പ്രൂഫ്. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. വെറും 3 ഫോക്കസ് ഏരിയ ടോപ്പിക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാം. ഒരു കാര്യം കൂടി പറയാറുണ്ട്, പല കുട്ടികളും എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയക്കാറുണ്ട്, പല യൂട്യൂബ് ചാനലിലും പാർട്ടായി ഇടുന്ന വീഡിയോ എങ്ങനെയാണ് ചേട്ടാ അരമണിക്കൂറിൽ നിങ്ങൾ തീർക്കുന്നത്, ഇതിനകത്ത് എല്ലാ ഫോക്കസ് ഏരിയ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണോ എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഒരു സംശയവും വേണ്ട, എല്ലാ ഫോക്കസ് ഏരിയ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ റിസൾട്ട് ആണ് കഴിഞ്ഞ +2 റിസൾട്ടിൽ കാണുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡീൽ ചെയ്യാം. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്താണ് പറയുന്നത് വെച്ചാൽ പാസ്കൽസ് റിലേറ്റഡ് ടു പ്രഷർ. സോ പാസ്കൽസ് ലോ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു സ്റ്റേഷനറി ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക. ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഫ്ലൂയിഡ് ആണെങ്കിൽ കൺസിഡർ ചെയ്തു, ഒരു കുഴപ്പമില്ല. ആ ഫ്ലൂയിഡിനകത്ത് നമ്മൾ ഒരു പോയിന്റിൽ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷർ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആ ഫ്ലൂയിഡിന്റെ എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം. സ്റ്റേഷനറി ആയിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഒരു പാർട്ടിൽ നമ്മൾ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷർ ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തും ഈക്വലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോ പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കടന്നാലോ. നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പാസ്കൽസ് ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെഷീൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയാം. പാസ്കൽസ് ലോന്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെഷീൻസിനാണ് എന്ത് പറയാ, ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയാം. അപ്പൊ ഹൈഡ്രോളിക് മെഷീൻസ് 2 ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട്. ആദ്യം ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ച് നോക്കാം. എഴുതി വെച്ചിട്ടുണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് കേട്ടോ. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ച് പറയാം. കാർ വാഷ് ഒക്കെ കണ്ടിട്ടുണ്ട്, വണ്ടിയൊക്കെ കഴുകുന്ന സ്ഥലം അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിലൊക്കെ ഒരാൾ മെക്കാനിക്ക് പോയിട്ട് ഒരു ലിവർ ഇങ്ങനെ വലിക്കുമ്പോഴേക്കും തന്നെ കാർ മൊത്തമായിട്ട് ഇങ്ങനെ പൊന്തില്ലേ, ശരിയല്ലേ? നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. മനസ്സിലാക്കി വെക്കുക, ഈ കാർ വാഷ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിലെല്ലാം നമ്മുടെ മെക്കാനിക്ക് അല്ലെങ്കിൽ ആ സ്റ്റാഫ് പോയിട്ട് ജസ്റ്റ് ഒരു ലിവർ നീക്കുകയുള്ളൂ, പക്ഷെ വലിയൊരു കാറൊക്കെ ഇങ്ങനെ അന്തസ്സായി പൊന്തും. ഇതിനെന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ്? അയാൾ അത്രയ്ക്ക് ഫോഴ്സ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത്ര വലിയ കാർ എങ്ങനെയാണ് പൊന്തുക? എല്ലാവർക്കും സംശയം ഉണ്ടാവും. അത് തീർക്കാനാണ് നമുക്ക് ഈ പറയുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ പാസ്കൽസ് ലോ തന്നെയാണ്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ചിത്രം വരയ്ക്കാം, നമുക്ക് അത് റിലേറ്റ് ചെയ്തൊരു ചിത്രം വരയ്ക്കാം. ഫൈൻ. സോ ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ചിത്രം എന്ന് വിചാരിക്കാം. ഫൈൻ, ഒന്നുമില്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഈ പോയിന്റിലാണ് നമ്മുടെ ഈ പറയുന്ന വർക്ക്ഷോപ്പിലുള്ള മെക്കാനിക്ക് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്നത് വെക്കാം. ഇവിടെയാണ് നമ്മുടെ കാർ ഉള്ളത് കേട്ടോ. ഇവിടെയാണ് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ കാർ വെച്ചിരിക്കുന്നത് വിചാരിക്കാം. കാറ് വരയ്ക്കാം. നിസ്സാരമാണ് കാർ. ഹെഡ്ലൈറ്റ് വരയ്ക്കണം. ഫൈൻ, ഇതാണ് നമ്മുടെ കാർ. ഇവിടെ മെക്കാനിക്ക് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത്ര വലിയ കാർ എങ്ങനെ പൊന്തുന്നു, ഇത്ര വലിയ കാർ എങ്ങനെയാണ് പൊന്തുന്നത്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? സോ ഇവിടെ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് F1 ആണെന്ന് വെക്കാം. ഇവിടെ ആ പറയുന്ന മെക്കാനിക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ആ ലിവറിലോട്ട് കൊടുക്കുന്നത് വെക്കാം. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ഈ ഒരു സ്മോൾ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ഇവിടെ നോക്കിക്കേ, ഈ ഏരിയ കുറച്ചുകൂടി വലുതാണല്ലേ. ഈ മെക്കാനിക്ക് കൊടുക്കുന്ന സ്ഥലം പോലെയല്ല, ഇവിടെ കുറച്ചുകൂടി വലുതാണ്. സോ ഈ ഏരിയ നമുക്ക് A2 എന്ന് കൊടുക്കാം. ഈ സെക്കൻഡ് പോർഷന്റെ ഏരിയ നമുക്ക് എന്ത് കൊടുക്കാം, A2 എന്ന് കൊടുക്കാം. ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ്, ഇവിടെ ഈ ഫോഴ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുമല്ലോ. സോ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ് കേട്ടോ. ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആയിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ പോർഷന്റെ ഏരിയ A1, ഇവിടെയുള്ള ഫോഴ്സ് F1, ഇവിടെയുള്ള ഫോഴ്സ് F2, ഇവിടെയുള്ള ഏരിയ A2. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല പോർഷനിലോട്ട് കടന്നാലോ. ഫോർമുലയിലോട്ട് കടക്കാം. സോ അതിനു മുമ്പ് പ്രഷറിന്റെ ജനറൽ ഫോർമുല നിങ്ങൾക്ക് അറിയണം. എന്താണ് പ്രഷറിന്റെ ജനറൽ ഫോർമുല? പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കണം കേട്ടോ.
ഫൈൻ. സോ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് പോർഷനിലുള്ള പ്രഷർ കണ്ടുപിടിച്ചാലോ. ഫസ്റ്റ് പോർഷനിലുള്ള പ്രഷർ എന്ത് വരും? P1 എന്ന് കൊടുക്കാം. സോ P1 ഈക്വൽ ടു എന്ത് വരും? F1 ഡിവൈഡഡ് ബൈ A1 എന്ന് വരും. P1 ഈക്വൽ ടു F1 ഡിവൈഡഡ് ബൈ A1 എന്ന് വരും. ക്ലിയർ അല്ലേ? മനസ്സിലാക്കി വെക്കുക കേട്ടാ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു ഞാൻ. അടുത്തത് ഈ സെക്കൻഡ് പോർഷനിലുള്ള പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാലോ. സെക്കൻഡ് പോർഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കാം. സോ P2 ഈക്വൽ ടു എന്ത് വരും? F2 ഡിവൈഡഡ് ബൈ A2 എന്ന് വരും ഇക്വേഷൻ 2. ക്ലിയർ അല്ലേ? സോ രണ്ട് പോർഷനിലും ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം പാസ്കൽസ് ലോ അനുസരിച്ച് പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പ്രഷർ സെയിം ആയിരിക്കും. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ പ്രഷർ വിൽ ബി സെയിം. ദാറ്റ് മീൻസ് P1 will be equal to P2 ആയിരിക്കും. പ്രഷർ സെയിം ആയിരിക്കും. കാരണം പാസ്കൽസ് ലോയിൽ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ ഒരു ഭാഗത്ത് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അത് ഈക്വൽ, ഒരു ഭാഗത്ത് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഫോഴ്സ് അല്ല, പ്രഷർ ആണ് കൊടുക്കുന്നത്. സോ P1 will be equal to P2. രണ്ട് ഇക്വേഷൻസ് കൂടി ഇക്വേറ്റ് ചെയ്യാം. F1 divided by A1 will be equal to F2 divided by A2. F1 divided by A1 equal to F2 divided by A2. Otherwise F2 equal to F1 divided by A1 into A2 എന്ന് എഴുതാം. F2 equal to F1 divided by A1 into A2 എന്ന് എഴുതാം. ജസ്റ്റ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. F2 നെ മാത്രം ഞാൻ അവിടെ നിർത്തി, ബാക്കിയുള്ള ടേംസിനെ എല്ലാം ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവന്നു. സോ F1 by A1 into F1 by A1 into A2 എന്ന രീതിയിൽ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തുകയാണ്. എന്താണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ F1 ഉണ്ട്, ഇവിടെ F2 ഉണ്ട്. സോ അതിനെ കുറിച്ച് നിങ്ങൾ ബോധർ ആവണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ F1 ഗ്രേറ്റർ ദാൻ F2 ആവുന്ന കണ്ടീഷൻ, F2 ഗ്രേറ്റർ ദാൻ F1 ആവുന്ന കണ്ടീഷൻ എപ്പോഴാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാ. അതായത് ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വലിയ ഫോഴ്സ് കിട്ടുന്നത് നോക്കാൻ പോകുന്നത്. അതായത് F2 എപ്പോഴാണ് F1നേക്കാളും വലുതാവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. F2 ആണ് ഈ പറയുന്ന കാറിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, F1 ആണ് നമ്മുടെ മെക്കാനിക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് വിചാരിക്കാം. സോ എപ്പോഴാണ് F2 F1നേക്കാളും വലുതാവുന്നത്? കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ്. കാരണം എന്താണ്? A2 is greater than A2 divided by A1 എന്ന് A2 divided by A1 എന്ന് പറയുന്നത് 1നേക്കാളും വലുതാവുമ്പോൾ, A2 divided by A1 എന്ന് പറയുന്നത് 1നേക്കാളും വലുതാവുമ്പോഴാണ് എന്ത്? F2 greater than F1 ആവുക. അതർവൈസ് A2 എന്ന് പറയുന്നത് A1നേക്കാളും വലുതാവുമ്പോൾ, അതായത് സെക്കൻഡ് സർഫേസിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണിനേക്കാളും വലുതാവും. എന്താവും? ഫോഴ്സും അതുപോലെ തന്നെ കൂടും. വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫോർമാറ്റ്. ഇവിടെ മനസ്സിലാക്കണം എപ്പോഴാണ് രണ്ടാമത്തെ പോർഷനിൽ ഫോഴ്സ് കൂടുതലായി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഏരിയ കൂടുമ്പോഴാണ് ഫോഴ്സ് കൂടുതലായിട്ട് കിട്ടുക. അതാണ് നമ്മളുടെ കണ്ടീഷൻ. A2 by A1 എന്ന് പറയുന്നത് 1നേക്കാളും കൂടുമ്പോൾ, അതായത് A2 എന്ന് പറയുന്നത് A1നേക്കാളും വലുതാവുന്ന സമയത്താണ് F2 ഉണ്ടാവുന്ന ഫോഴ്സ്, അത് F2 എന്ന് പറയുന്ന ഫോഴ്സ് കമ്പാരിറ്റീവ്ലി ഹയർ ആവുക. അപ്പോഴാണ് കാറും ബസ് എല്ലാം പൊങ്ങുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കും. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഹൈഡ്രോളിക് മെഷീൻസിന്റെ ഫസ്റ്റ് വൺ, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള ഹൈഡ്രോളിക് ബ്രേക്കിനെ കുറിച്ചാണ്. എന്താണ് ഹൈഡ്രോളിക് ബ്രേക്ക്? നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് രണ്ടാമത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു. ഇത് ഹൈഡ്രോളിക് ബ്രേക്ക് ആണ്. അതായത് ഈ പറയുന്ന പാസ്കൽസ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ മെഷീനാണ് ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറയുന്നത്. ചിത്രം കാണുമ്പോൾ വലുതായിട്ടൊന്നും മനസ്സിലാവില്ല, വലുതായിട്ട് മനസ്സിലാവേണ്ട കാര്യമില്ല, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഇതൊരു ബ്രേക്കിംഗ് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ വട്ടൂട്ട് വെച്ചിരിക്കുന്നത്? ഇത് വട്ടമായിട്ട് തോന്നില്ല. ഈ വട്ടൂട്ട് വെച്ചിരിക്കുന്നത് ടയറാണ്, വണ്ടിയുടെ ടയറാണ്. ഞാൻ ഈ വട്ടത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് വണ്ടിയുടെ ടയറാണ്. ഇവിടെയാണ് പെഡൽ. നമ്മൾ ഈ കാറിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുമല്ലോ, ആ പെഡൽ ഇവിടെയാണെന്ന് വിചാരിക്കാം. സോ ഈ പെഡലിൽ നമ്മളൊരു ചവിട്ടുന്ന സമയത്ത് വണ്ടി ഇത്ര വലിയ വണ്ടി നിൽക്കാവുന്ന ചവിട്ടൊന്നും നമ്മൾ ചവിട്ടുന്നില്ല. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ഇവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ആ പ്രഷർ ഈ പറയുന്ന A1ലും A2ലും ആക്ട് ചെയ്യും. A1ലും A2ലും ഏരിയ എന്താണ്? കൂടുതലാണ്. സോ ഏരിയ കൂടുന്തോറും എന്താണ്? ഫോഴ്സ് കൂടുതലായിരിക്കും. നമ്മൾ പാസ്കൽസ് ലോയിൽ പഠിച്ചു, ഏരിയ കൂടുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കൂടുതലായിരിക്കും. സോ നമ്മളിവിടെ സ്മോൾ ഫോഴ്സ് കൊടുത്താലും ഇവിടെ ഏരിയ കൂടിയത് കൊണ്ട് ഹൈ ഫോഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് ബ്രേക്ക് ഷൂസ്, ഇത് B1 B2 എന്ന് കൊടുക്കാം. രണ്ട് ബ്രേക്ക് ഷൂസും ഈ വീലിന്റെ ഇന്നർ പാർട്ട് ഉണ്ടല്ലോ, വീലിന്റെ ഇന്നർ പാർട്ട്, സോ അതിലോട്ട് പ്രസ് ആയി പോവും. സോ വീല് നിൽക്കും.
ഒന്നുകൂടി പറഞ്ഞുതരാം. സ്മോൾ പ്രഷർ നമ്മൾ ഇവിടെ കൊടുക്കുന്നു, അതുമൂലം ആ പ്രഷർ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇവിടെ എത്തുമ്പോൾ A1 A2 എന്ന് പറയുന്നത് വലിയ ഏരിയയാണ്. സോ വലിയ ഏരിയയിൽ വരുമ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവിടെ ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. സോ ആ ഫോഴ്സ് മൂലം B1 B2 എന്ന് പറയുന്ന ബ്രേക്ക് ഷൂസ് വീലിന്റെ ഇന്നർ പോർഷനിൽ നല്ലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. സോ അതുമൂലം വീൽ അങ്ങ് നിൽക്കും, ടയർ അങ്ങ് നിൽക്കും, വണ്ടി അങ്ങ് നിൽക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഹൈഡ്രോളിക് ബ്രേക്കിന്റെ പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, തിയറി ക്വസ്റ്റൻ ആണ്. വലുതായിട്ട് കണ്ടുവരാറില്ല, കൂടുതലും കണ്ടുവരാറ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താണ്, അതിന്റെ ഫോർമുലാസ് എന്താണ്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കടക്കാം. ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്, 100% പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ചോദ്യമാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലല്ല, +1 ഫിസിക്സിൽ തന്നെ നമുക്ക് കൺഫേം ആയിട്ട് പരീക്ഷയിൽ വരുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണ്. ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, പ്രൂഫ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, പ്രൂഫ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. നമുക്ക് ആദ്യം സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചാലോ? എങ്ങനെയാണ് നമുക്ക് ആ തിയറം പറയുന്നത് നോക്കാം. ബെർണോളിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the total energy of a liquid അല്ല, the total energy of a non-viscous incompressible liquid flowing from one part to another part without friction will be a constant. ഒന്നുകൂടി ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. The total energy of incompressible non-viscous liquid flowing from one part to another part without friction will be a constant. Total energy constant ആണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഫോർമുലയിലോട്ട് കടന്നാലോ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ സമ്മായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രഷർ, കൈനറ്റിക് എനർജിനെ ഹാഫ് റോ വി സ്ക്വയർ എന്നാണ് എഴുതുക. കൈനറ്റിക് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി റോ ജി എച്ച് വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ക്ലിയർ? ഒരു നോൺ കംപ്രസബിൾ അതുപോലെ തന്നെ നോൺ വിസ്കസ് ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ പ്രഷർ, നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. ഇത് നമ്മുടെ കൈനറ്റിക് എനർജി ആണ്, ഇത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഇത് മൂന്നെണ്ണത്തിന്റെ സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നതാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൂഫിലോട്ട് കടക്കാം. നമുക്ക് നമ്മുടെ അടുത്തത്, അതായത് പ്രൂഫിലോട്ട് കിടക്കാം. ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫിലോട്ടാണ് കിടക്കുന്നത്. 4 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടിയ മാർക്കിന് പരീക്ഷകളിൽ കണ്ടുവരാവുന്ന ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ചുമ്മാ ഞാൻ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് പറയില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ നമുക്ക് പ്രൂഫിലോട്ട് കിടക്കാം. ഈ ചിത്രമാണ് പ്രൂഫിൽ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഈ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ പ്രൂഫിൽ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കിട്ടും കേട്ടോ. ഇനി ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് അടയാളപ്പെടുത്തുന്നത് നോക്കണ്ടേ? ഇത് 2 പോയിന്റുകളാണ് കൺസിഡർ ചെയ്യുക. ഇത് എ, ഇത് ബി. ഇത് എന്താണിത്? ഇത് കാണുമ്പോൾ പലതും തോന്നും ഇതൊരു കുഴലാണ് അല്ലെങ്കിൽ ഒരു പൈപ്പ് ആണെന്ന് വിചാരിക്കാം. പൈപ്പാണെന്ന് വിചാരിക്കാം കേട്ടോ. കുഴൽ എന്ന് പാലക്കാട്ടിൽ പറയും. ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കാം. ഫൈൻ. സോ ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A1 ആണ്. ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A2 ആണെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ഉം ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള പ്രഷർ P1 ഉം ഇവിടെയുള്ള പ്രഷർ P2 ആണെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള പ്രഷർ P2 ആണ്, ഇവിടെയുള്ള പ്രഷർ P1 ആണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണെന്ന് വെക്കുക. ഈ പറയുന്ന പൈപ്പ്, ഈ പൈപ്പിന്റെ എ എന്ന് പറയുന്ന പോർഷൻ H1 എന്ന് പറയുന്ന ഹൈറ്റിലാണുള്ളത്. ബി എന്ന് പറയുന്ന പോർഷൻ H2 ഹൈറ്റിലാണുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതലായി നമുക്കൊരു കാര്യം അറിയാനുണ്ട്. സോ ആ പൈപ്പിൽ, ഇതാണ് ആ പൈപ്പിലുള്ള ഫ്ലൂയിഡ് എന്ന് വിചാരിക്കാം. ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈമിൽ ഇത്ര ഫ്ലൂയിഡ് ഇവിടെ നിങ്ങോട്ട് ഒഴുകി. അതേ ടൈമിൽ ഇവിടെയും എന്താണ്? അതേ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യണം? ഒഴുകണം. സോ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈമിൽ ആ ഫ്ലൂയിഡ്, അത്രയും ഫ്ലൂയിഡ് അങ്ങോട്ട് ഒഴുകി. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലാക്കി വെക്കാം. ഡെൽറ്റ ടി എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ടൈമിൽ ഫ്ലൂയിഡ് എത്രത്തോളം പോകുന്നത് എന്ന് കാണിക്കാനാണ് ഈ പറയുന്ന ഡാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് വർക്ക് ആണ്. വർക്ക് അറ്റ് ഈ ഫസ്റ്റ് പോർഷൻ എ എന്ന് പറയുന്ന പോർഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് വേർഡ് കൊടുക്കാം കേട്ടോ. സോ ഫസ്റ്റ് പോർഷനിലുള്ള വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് വർക്കിന്റെ ജനറൽ ഇക്വേഷൻ എഴുതാം. സോ വർക്ക് ഈക്വൽ ടു Fs cos തീറ്റയാണ്. W ഈക്വൽ ടു Fs cos തീറ്റയാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ തീറ്റ എത്രയാണ്? 0 ഡിഗ്രി ആണ്. സോ വർക്ക് ഈക്വൽ ടു Fs എന്ന് എഴുതാം. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു.
അടുത്ത കാര്യം നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് വെച്ചാൽ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫസ്റ്റ് പോർഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? F1 ഈക്വൽ ടു എന്ത് എഴുതാം? P1 ഇൻറ്റു A1 എഴുതാം. F1 ഈക്വൽ ടു P1 ഇൻറ്റു A1 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത കാര്യം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോഴ്സിന് പകരം നമുക്ക് F1 A1 എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ, ഡിസ്പ്ലേസ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ഇവിടെ ടൈം ഡെൽറ്റ ടി ആണ്. സോ അതുപോലെ തന്നെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എഴുതാലോ. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ അതായത് ഫസ്റ്റ് പോർഷന്റെ കണ്ടീഷൻ ആവുമ്പോൾ W1 ഈക്വൽ ടു F1 S1 എന്ന രീതിയിൽ വരും. സോ നമ്മൾ മാറ്റിയിട്ട് W1 ഈക്വൽ ടു F1 പകരം P1 A1 എഴുതി S1 പകരം എന്ത് എഴുതാം? S1 പകരം വെലോസിറ്റി. സോ V1 ഡെൽറ്റ ടി V1 ഡെൽറ്റ ടി എന്ന രീതിയിൽ ഞാൻ മാറ്റി എഴുതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വോള്യത്തിന് ഈക്വൽ ആണ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വോള്യത്തിന് ഈക്വൽ ആണ്. അതായത് A1 V1 ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോള്യത്തിന് ഈക്വൽ ആണ്. A1 V1 ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോള്യത്തിന് ഈക്വൽ ആണ്. ഇവിടെയും ഇവിടെയും ഒരേ സമയത്തുള്ള വേരിയേഷൻ വോളിയം സെയിം തന്നെയായിരിക്കും. സോ ഡെൽറ്റ വി എന്ന് എഴുതാം. ഡെൽറ്റ V1 V2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഡെൽറ്റ വി എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യാം. So W1 equal to P1 delta V എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 P1 delta V എന്ന് എഴുതി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ കേസിൽ കണ്ടുപിടിക്കാലോ. രണ്ടാമത്തെ കേസിൽ സോ W2 equal to F2 S2 എന്ന് വരും. സോ W2 equal to P2 ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? A2 V2 ഡെൽറ്റ ടി എന്ന് വരും. A2 V2 ഡെൽറ്റ ടി. A2 V2 ഡെൽറ്റ ടി എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ വോള്യത്തിന് ഈക്വൽ ആണ്. വോള്യം രണ്ട് സൈഡും സെയിം ആണ്. സോ W2 ഈക്വൽ ടു P2 ഇൻറ്റു ഡെൽറ്റ V എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2. P2 ഇൻറ്റു ഡെൽറ്റ V എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2. സോ ഇതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വർക്ക് ഈക്വൽ ടു W1 മൈനസ് W2 ആണ്. W1 മൈനസ് W2 ആണ് ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത്. സോ ഈക്വൽ ടു W1 എത്രയാണ്? W1 ഈക്വൽ ടു P1 ഡെൽറ്റ V മൈനസ് P2 ഡെൽറ്റ V എന്ന് വരും. ഡെൽറ്റ V കോമൺ ആയിട്ട് പുറത്തെടുക്കാലോ. സോ P1 മൈനസ് P2 എന്ന രീതിയിൽ വരും. സോ ഡെൽറ്റ W ഈക്വൽ ടു ഡെൽറ്റ V ഇൻറ്റു P1 മൈനസ് P2 എന്ന രീതിയിൽ വരും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ്, അതായത് മൂന്നാമത്തെ ഇക്വേഷൻ. ഫസ്റ്റ് പോർഷൻ അതായത് ഒരു ഇക്വേഷന്റെ LHS ആണ് നമ്മളോട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതാണ് ഡെൽറ്റ W ഈക്വൽ ടു ഡെൽറ്റ V ഇൻറ്റു P1 മൈനസ് P2 എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത പോർഷനിലോട്ട് കടക്കുകയാണ്. നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ W എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. നമ്മൾ ആദ്യം എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ. കാരണം ഡെൽറ്റ W നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് അതിന്റെ റൈറ്റ് സൈഡ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ റൈറ്റ് സൈഡ് ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഇനി ഫസ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. സോ ഫസ്റ്റ് പോർഷന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ആദ്യം കൈനറ്റിക് എനർജി ഇക്വേഷൻ ഞാൻ എഴുതാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ ആണ് വരിക. സോ ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കുന്നത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ എന്ത് വരും? ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ എന്ന രീതിയിൽ വരും. ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. കറക്റ്റ് അല്ലേ? കാരണം ഫസ്റ്റ് വൺ മൈനസ് സെക്കൻഡ് വൺ മൈനസ് ഫസ്റ്റ് വൺ എന്ന രീതിയിൽ നമ്മൾ കൈനറ്റിക് എനർജിന്റെ വേരിയേഷൻ എഴുതി വെച്ചു കേട്ടോ. ക്ലിയർ? സോ ഈക്വൽ ടു ഹാഫ് എം നമുക്ക് കോമൺലി പുറത്ത് എഴുതാം. സോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന രീതിയിൽ മാറ്റി എഴുതാം. ക്ലിയർ അല്ലേ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അടുത്ത കാര്യം നമ്മൾ പഠിക്കാനുള്ളത് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണെങ്കിൽ മാസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാലോ. മാസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ വി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 1/2 ഇൻറ്റു എം ഇൻറ്റു 1/2 ഇൻറ്റു റോ ഇൻറ്റു ഡെൽറ്റ വി. 1/2 ഇൻറ്റു റോ ഇൻറ്റു ഡെൽറ്റ വി. മാസിന് പകരം റോ ഇൻറ്റു ഡെൽറ്റ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. V2 സ്ക്വയർ മൈനസ് V1
സ്ക്വയർ. പുറത്ത് സ്ക്വയർ ഇടാൻ പറ്റില്ല, അകത്ത് സ്ക്വയർ ഇടണം. ക്ലിയർ അല്ലേ? സോ അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 ആണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് അടുത്ത ഇക്വേഷൻസ് ഡിറൈവ് ചെയ്താലോ? അതായത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh2 minus mgh1. mgh2 minus mgh1 എഴുതാം. mg കോമൺലി പുറത്തെടുക്കാലോ? mg പുറത്തെടുത്താൽ h2 minus h1 എന്ന് വരും. mg പുറത്തെടുത്താൽ h2 minus h1 എന്ന് വരും. സോ ഇതിൽ നിന്ന് m നെ നമുക്ക് പഴയ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? റോ ഡെൽ v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോ ഇൻറ്റു ഡെൽറ്റ v ഇൻറ്റു g ഇൻറ്റു h2 minus h1 എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ നമ്പർ 5. നമ്മുടെ അഞ്ചാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് ഏതാണ്? 3, 4, 5 ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതെങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഏകദേശം ഡെറിവേഷൻ കഴിഞ്ഞു, ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. ഡെൽറ്റ ഡബ്ല്യൂക്ക് വരെ എന്ത് കൊടുക്കാം? ഡെൽറ്റ വി ഇൻറ്റു P1 മൈനസ് P2 എന്ന് കൊടുക്കാം. ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്തായിരുന്നു? ഹാഫ് റോ ഡെൽറ്റ വി V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ക്ലിയർ അല്ലേ? പ്ലസ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? റോ ഡെൽറ്റ വി H2 മൈനസ് H1. റോ ഡെൽറ്റ വി H2 മൈനസ് H1. ആ സൈഡിൽ എഴുതിയിട്ടും വൃത്തിയായിട്ട് തന്നെ നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇതിലെല്ലാം കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഈ 3 ഇക്വേഷൻസിലും കോമൺ ആയിട്ട് ഡെൽറ്റ വി ഉണ്ട് അല്ലേ? 3ലും കോമൺ ആയിട്ട് ഡെൽറ്റ വി ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഡെൽറ്റ വി ഉപയോഗിച്ച് നമ്മൾ ഈ 3 എണ്ണത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഡെൽറ്റ വി ഒക്കെ കൂട്ടാം. ഡിങ് ഡിങ് ഡിങ്. ഓക്കെ, എല്ലാ ഡെൽറ്റ വിയും പോയി. സോ P1 മൈനസ് P2 ഈക്വൽ ടു എന്ത് വരും? ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ഇൻറ്റു H2 മൈനസ് H1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബ്രാക്കറ്റിലുള്ള സാധനങ്ങളെ ഉള്ളിലോട്ട് ഗുണിച്ചാലോ? ഉള്ളിലോട്ട് ഗുണിക്കാം. സോ P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ ഉള്ളിലോട്ട് ഗുണിച്ചാൽ ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ H2. എവിടെ ഒരു പ്രശ്നം പറ്റിയല്ലോ? റോ G ഉണ്ട് കേട്ടോ. റോ ഡെൽറ്റ വി ഇൻറ്റു G ഉണ്ട്. ഞാൻ G ഇട്ടില്ല, G ഇടണം. G നിങ്ങൾ മറക്കാൻ പാടില്ല, ഞാൻ മറന്നാൽ കൂടി. റോ G ഉണ്ട് കേട്ടോ. ഫൈൻ. സോ റോ G H2 മൈനസ് റോ G H1. റോ G H2 മൈനസ് റോ G H1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 1 ഉള്ള ടേമുകളെല്ലാം ലെഫ്റ്റ് സൈഡും 2 ഉള്ള ടേമുകളെല്ലാം റൈറ്റ് സൈഡും തന്നെ കീപ്പ് ചെയ്യാണ്. സോ 1 ഉള്ള ടേം ഏതാണ്? P1 പ്ലസ് മൈനസ് റോ ഹാഫ് റോ V1 സ്ക്വയർ റൈറ്റ് സൈഡിലോട്ട് ഇടാം. സോ ഹാഫ് റോ V1 സ്ക്വയർ എന്ന് കിട്ടി പ്ലസ് റോ G H1 റൈറ്റ് സൈഡ് കൊണ്ടിടാം. മൈനസ് പോയിട്ട് പ്ലസ് ആവും. സോ റോ G H1 ഈക്വൽ ടു മൈനസ് P2 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് P2 ആവും പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ G H2 പ്ലസ് റോ G H2. കഴിഞ്ഞു. നിസ്സാരമാണ്, നിസ്സാരം. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6-7 സ്റ്റെപ്പിൽ തന്നെ തീർത്തു. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം. ഫൈനൽ ആൻസർ ഇതാണ് നമ്മൾ ആദ്യം ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് കൊടുത്ത സാധനം ഈ സാധനമാണ്. സോ ഇത് അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. സോ 3 ഫോക്കസ് ഏരിയ ഈ ചാപ്റ്ററിനകത്ത് 3 പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ പ്രൊവൈഡഡ് ആണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാലും ഞങ്ങൾ പൂർണ്ണമായും തീർച്ചയായും ക്ലാരിഫൈ ചെയ്തുതരും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.